അടുത്തതായി നമുക്ക് ഡോക്ടർ KGC നായരുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 3.11 ഇലസ്ട്രേഷൻ നമ്പർ 3 പോകാം. ഈ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായുള്ള ഒരു ധാരണ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫ്രം ദി ഫോളോയിങ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ Departmental Trading Profit and Loss account for the year ended 31st March 2017 and a balance sheet as on that date in the books of such traders. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റൽ, അതായത് സാജ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റൽ ബിസിനസിന്റെ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുക. ഇനി തന്നിരിക്കുന്ന ഇൻഫർമേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസ് ഉണ്ട്, സെയിൽസ്, വേജസ്, റെന്റ്, സാലറീസ്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, അഡ്വർടൈസിംഗ്, ക്യാരിയേജ് ഇൻവേർഡ്സ്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, സൺട്രി ഡെറ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്നീ ഐറ്റം ആണ്. ഈ ഐറ്റംസ് എല്ലാം നേരത്തെ നമുക്ക് സുപരിചിതമായിട്ടുള്ളതാണ്. ഒരു ബിസിനസിന്റെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്ന അവസരത്തിൽ ഈ ഐറ്റം എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിങ് പഠിച്ച അവസരത്തിൽ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് P&L അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവിടെ വ്യക്തമായിട്ടൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിരുന്നു. ഒരു ബിസിനസിന്റെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തയ്യാറാക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ അക്കൗണ്ട്സിൽ ഇവ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ അതേ രീതിയിൽ തന്നെയായിരിക്കും ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ഇവ ട്രീറ്റ് ചെയ്യുക. എക്സാമ്പിളായി ആദ്യത്തെ ഐറ്റം സ്റ്റോക്ക് ഓൺ 1st April 2016 ആണ്. അതായത് ബിസിനസിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ട്രീറ്റ് ചെയ്യുക ഫൈനൽ അക്കൗണ്ട്സിൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും. അടുത്തത് പർച്ചേസസും അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും. സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും. വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും. റെന്റ്, സാലറീസ്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ഡിസ്കൗണ്ട് അലൗഡ് ഇവയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുക P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും. ഡിസ്കൗണ്ട് റിസീവ്ഡ് P&L അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും. അഡ്വർടൈസിങ് P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും. ക്യാരിയേജ് ഇൻവേർഡ്സ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും നമ്മൾ എടുക്കുക. അതിനുശേഷം തന്നിരിക്കുന്ന ഐറ്റംസ് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, സൺട്രി ഡെറ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ഇവ ബിസിനസിന്റെ അസറ്റ് ആയതുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലായിരിക്കും റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം തന്നിരിക്കുന്ന ക്യാപിറ്റൽ ഡ്രോയിങ്സ് ഇവ ലൈബിലിറ്റി ഐറ്റം ആയതുകൊണ്ട് ലൈബിലിറ്റി സൈഡിലുമായിരിക്കും റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം തന്നിരിക്കുന്ന രണ്ട് ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. ഇവയും അസറ്റ് ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലായിരിക്കും നമ്മൾ കാണിക്കുക. ഇതേ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ഈ ഐറ്റം ട്രീറ്റ് ചെയ്യുക. ചില വ്യത്യാസങ്ങൾ ഉണ്ട്. അവ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതുമാണ്. എക്സാമ്പിളായിട്ട് ആദ്യത്തെ ഭാഗത്തിലേക്ക് വരിക. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്കിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റൽ A, B എന്ന് പറഞ്ഞ് രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കുകൾ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കോളംനാർ ഫോമിൽ വരയ്ക്കുന്ന അവസരത്തിൽ നമുക്ക് എത്രത്തോളം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടോ അത്രത്തോളം കോളവും ഓരോ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെയും ഇരുവശങ്ങളിലായി കൊടുക്കേണ്ടതാണ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഉള്ളത്, ഡിപ്പാർട്ട്മെൻറ്റ് എ ആൻഡ് ബി. അപ്പോൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് വരയ്ക്കുന്ന അവസരത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് എയ്ക്കും ഡിപ്പാർട്ട്മെൻറ്റ് ബിക്കും സെപ്പറേറ്റ് ആയിട്ട് കോളം ഇരു സൈഡിലും പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് എയ്ക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസുകളെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ കോളത്തിലേക്കും ഡിപ്പാർട്ട്മെൻറ്റ് ബിക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസുകളെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് ബിയുടെ കോളത്തിലേക്കും റെക്കോർഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇൻകത്തിൻ്റെ കേസിലും ഡിപ്പാർട്ട്മെൻറ്റ് എയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻകം മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ കോളത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് ബിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻകം മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയുടെ കോളത്തിലേക്കും റെക്കോർഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക്, പർച്ചേസസ്, സെയിൽസ്, വേജസ് ഈ 4 ഐറ്റത്തിനും ഡിപ്പാർട്ട്മെൻറ്റ് എ, ബി എന്നിങ്ങനെ 2ആയി തിരിച്ച് എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ ഡയറക്റ്റായിട്ട് അതാത് കോളത്തിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ ഫിഗർ ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ കോളത്തിലേക്കും ബിയുടെ കോളത്തിലേക്കും റെക്കോർഡ് ചെയ്താൽ മതിയാകും. എന്നാൽ അതിനുശേഷം തന്നിരിക്കുന്ന റെൻറ്റ്, സാലറീസ്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, അഡ്വർടൈസിംഗ്, ക്യാരിയേജ് ഇൻവേർഡ്സ് എന്നീ ഐറ്റംസ് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും അതുപോലെ തന്നെ ക്യാരിയേജ് ഇൻവേർഡ്സ് മാത്രം ട്രേഡിംഗ് അക്കൗണ്ടിലും റിഫ്ലക്റ്റ് ചെയ്യേണ്ടതാണ്. ഈ പറയുന്ന ഐറ്റം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഐറ്റത്തിനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായി നമ്മൾ ഡിവൈഡ് ചെയ്ത് ആ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോളത്തിൽ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഡിപ്പാർട്ട്മെൻ്റൽ അക്കൗണ്ടിങ് പഠിച്ച അവസരത്തിൽ ഇക്കാര്യം പ്രത്യേകമായി പഠിച്ചിരുന്നതാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസുകളെയും ഇൻകത്തിനെയും നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റുമായി റിലേറ്റ് ചെയ്ത് മാത്രം ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ഇൻകം, അവയെ ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമായും, എന്നാൽ ആ ഡിപ്പാർട്ട്മെൻറ്റുകളെ എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ആ ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിന് കോമൺ ആയി ഉണ്ടാകുന്ന എക്സ്പെൻസുകളെ സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഷ്യോസിൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായി വീതം വെച്ച് കൊടുക്കേണ്ടതായിട്ടും വരുന്നതാണ്. ഈ കേസിൽ റെൻറ്റ്, സാലറീസ്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, അഡ്വർടൈസിംഗ്, ക്യാരേജ് ഇൻവേർഡ്സ് ഇവ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമായിട്ടുണ്ടായിട്ടുള്ള എക്സ്പെൻസ് അല്ല, മറിച്ച് ആ ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിന്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് എയും ബിയും കൂടെ കൂടിയുള്ള സാജ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിന് കോമൺ ആയി ഉണ്ടായിരിക്കുന്ന എക്സ്പെൻസും ഇൻകവുമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഐറ്റത്തിനെ നമ്മൾ സ്യൂട്ടബിൾ ബേസിസിൽ ഡിവൈഡ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റ് എയ്ക്കും ബിയുടെയും കോളത്തിലേക്കായിട്ട് കൊടുക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഈ പറയുന്ന ഐറ്റം ഏത് ബേസിസിൽ ഡിവൈഡ് ചെയ്യണമെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് എങ്കിൽ അതേ ബേസിസിൽ മാത്രമേ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അതേസമയം ക്വസ്റ്റ്യനിൽ ഏത് ബേസിസിൽ ഡിവൈഡ് ചെയ്യണമെന്ന് പ്രത്യേകമായി പറയുന്നില്ല എങ്കിൽ നമ്മൾ നേരത്തെ പുസ്തകത്തിൽ ഓരോ ഐറ്റവും ഏത് ബേസിസിൽ വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനെന്ന് കണ്ടിരുന്നു. അതനുസരിച്ച് വേണം ഇവയെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുവാൻ. പേജ് നമ്പർ 3.5 പേജ് നമ്പർ 3.6 ഏതൊക്കെ ബേസിസിലാണ് ഈ പറയുന്ന എക്സ്പെൻസുകളും ഇൻകവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ പറയുന്ന ഭാഗം വ്യക്തമായി പഠിച്ചു വച്ചിരിക്കേണ്ടതാണ്. അതനുസരിച്ച് വേണം
ഏത് ബേസിസിലാണ് ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകം ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോന്നു കഴിഞ്ഞാൽ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തന്നിരിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. The following information is also provided. Rent, lighting and heating, salaries and depreciation are to be apportioned to A and B department as 2:1. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസിൽ ഏത് ബേസിസിൽ വേണം ഈ പറയുന്ന എക്സ്പെൻസുകൾ ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഏത് ബേസിസിൽ ഡിവൈഡ് ചെയ്യണമെന്ന് അന്വേഷിച്ച് പോകേണ്ട ആവശ്യം ഇല്ല. അതർ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ആർ ടു ബി അപ്പോർഷൻ ടു എ ആൻഡ് ബി ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ സ്യൂട്ടബിൾ ബേസിസ്. ഇപ്പം ഈ ഭാഗത്ത് ഏത് ബേസിസിൽ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, മറിച്ച് സ്യൂട്ടബിൾ ബേസിസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ കേസിൽ നമ്മൾ നേരത്തെ കണ്ട ഏതൊക്കെ സ്യൂട്ടബിൾ ബേസിസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് നോക്കി അതനുസരിച്ച് വേണം നമ്മൾ ഈ എക്സ്പെൻസുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എയ്ക്കും ബിക്കുമായിട്ട് കൊടുക്കുവാൻ. അടുത്തതായി ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ടിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അഡീഷണലായി നടത്തേണ്ടതെന്നുകൂടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. റെൻറ്റ് പ്രീപെയ്ഡ് 370, lighting and heating outstanding 180, and depreciation on furniture and fittings and plant and machinery at the rate of 10% per annum. ഫൈനൽ അക്കൗണ്ട്സിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചതാണ്. അതേ രീതിയിൽ തന്നെയാണ് ഡിപ്പാർട്ട്മെൻ്റൽ അക്കൗണ്ടിലും ഇവയും ട്രീറ്റ് ചെയ്യുക എന്നൂടെ ഓർത്തു വയ്ക്കുക. അടുത്തതായി സ്റ്റോക്ക് തന്നിട്ടുണ്ട്. The stock at 31st March 2017, Department A 2748, Department B 2401. തുടക്കത്തിൽ നമുക്ക് 1st April 2016 സ്റ്റോക്ക് തന്നിരുന്നു. ഓപ്പണിംഗ് സ്റ്റോക്കായിട്ടാണ് അത് നമ്മൾ കൺസിഡർ ചെയ്തത്. അങ്ങനെയെങ്കിൽ 31st March 2017 സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എയുടെയും ബിയുടെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതാത് കോളത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസറിലേക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൻസർ ഭാഗം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, വേജസ്, അതുപോലെ തന്നെ സെയിൽസ്, ഇവയുടെ എല്ലാം ഫിഗറുകൾ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എ 5400, ഡിപ്പാർട്ട്മെൻറ്റ് ബി 4900, പർച്ചേസസ് 9800, ഡിപ്പാർട്ട്മെൻറ്റ് ബി 7350, സെയിൽസ് 16900, ഡിപ്പാർട്ട്മെൻറ്റ് ബിയുടെ 13520, വേജസ് 1340, ഡിപ്പാർട്ട്മെൻറ്റ് ബിയുടെ 240. അടുത്തതായിട്ട് അതിൽ വന്നിരിക്കുന്ന മറ്റൊരു ഐറ്റം ക്യാരിയേജ് ഇൻവേർഡ്സ് ആണ്. ക്യാരിയേജ് ഇൻവേർഡ്സ് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് തന്നിരിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സെപ്പറേറ്റ് ഫിഗറായിട്ടല്ല, മറിച്ച് കോമൺ ഫിഗറായിട്ടാണ് ക്യാരിയേജ് ഇൻവേർഡ്സ് തന്നിരിക്കുക. പക്ഷേ ആൻസർ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആൻസറിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ക്യാരിയേജ് ഇൻവേർഡ്സിനെ ഡിപ്പാർട്ട്മെൻറ്റ് എയ്ക്കും ബിക്കുമായിട്ട് സ്യൂട്ടബിൾ ബേസിസിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ക്യാരിയേജ് ഇൻവേർഡ്സ് ഏത് ബേസിസിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുക? അപ്പം അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ വരിക. റെൻറ്റ്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, സാലറീസ് ആൻഡ് ഡിപ്രീസിയേഷൻ ആർ ടു ബി അപ്പോർഷൻ ടു എ ബി ഡിപ്പാർട്ട്മെൻറ്റ് ആസ് 2:1 എന്ന് തന്നിട്ടുണ്ട്.
അതിനുശേഷം പിന്നീട് പറഞ്ഞിരിക്കുക അതർ എക്സ്പെൻസസ് ആൻഡ് ഇൻകം ആർ ടു ബി അപ്പോർഷൻ എ ആൻഡ് ബി ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ സ്യൂട്ടബിൾ ബേസിസ് എന്നാണ്. അങ്ങനെയെങ്കിൽ ക്യാരിയേജ് ഇൻവേർഡ്സ് ഏത് ബേസിസിലാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ട 3.5 3.6 ഏതൊക്കെ ഐറ്റം ഏതൊക്കെ സ്യൂട്ടബിൾ ബേസിസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള ആ ടേബിൾ നോക്കി മനസ്സിലാക്കി വേണം ഡിവൈഡ് ചെയ്ത് കൊടുക്കൂ. പേജ് 3.6 വന്നു കഴിഞ്ഞാൽ ക്യാരിയേജ് ഇൻവേർഡ്സ് ഏത് ബേസിലാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പർച്ചേസിനെ അടിസ്ഥാനപ്പെടുത്തി വേണം ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ക്യാരിയേജ് ഇൻവേർഡ്സ് എന്ന് പറയുന്ന ഐറ്റം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പർച്ചേസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അല്ലെങ്കിൽ പർച്ചേസസിൻ്റെ റേഷ്യോനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വീതം വെച്ച് കൊടുക്കുക. അങ്ങനെ ക്യാരിയേജ് ഇൻവേർഡ്സ് സ്യൂട്ടബിൾ ബേസിസിൽ അതായത് പർച്ചേസിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ ഈ ടേബിളിൽ കാണുക. അതായത് പേജ് നമ്പർ 3.13 ക്യാരിയേജ് ഇൻവേർഡ്സിൻ്റെ ടോട്ടൽ ഫിഗർ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൂടെ കൂടി ആകെ 469 ഇനി ആ 469 എന്ന് പറയുന്ന ഫിഗറിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. അതായത് പർച്ചേസസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുക. 469 ഡിവൈഡഡ് ബൈ 17,150 ഇൻറ്റു 9,800. ഇവിടെ 17,150 എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് എയുടെയും ഡിപ്പാർട്ട്മെൻറ്റ് ബിയുടെയും കൂടിയുള്ള ടോട്ടൽ പർച്ചേസാണ്. അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ പർച്ചേസ് എന്ന് പറയുന്നത് 9,800 ആണ്. അതുകൊണ്ട് 9,800 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം ഡിപ്പാർട്ട്മെൻറ്റ് ബിയുടെ പർച്ചേസ് എന്ന് പറയുന്നത് 7,350 ആണ്. അതുകൊണ്ട് 469 ഡിവൈഡഡ് ബൈ 17,150 ഇൻറ്റു 7,350 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ക്യാരിയേജ് ഇൻവേർഡ്സിൻ്റെ ഫിഗർ എത്രയാണെന്നുള്ളതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അടുത്തതായി ഡിസ്കൗണ്ട് റിസീവ്ഡിൻ്റെ ഫിഗർ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡും പർച്ചേസസിൻ്റെ ഫിഗറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. കാരണം സാധാരണ രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസ്കൗണ്ട് സെല്ലർ തരിക. അതുകൊണ്ട് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഡിവൈഡ് ചെയ്യുന്നത് പർച്ചേസസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അടുത്തതായിട്ട് ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് ഡിവൈഡ് ചെയ്തിരിക്കുക സെയിൽസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കാരണം സെയിൽ നമ്മൾ നടത്തുമ്പോഴാണ് ഡിസ്കൗണ്ട് കൊടുക്കുക. അടുത്തതായിട്ട് അഡ്വർടൈസ്മെൻ്റ് ആണ്. സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് നടത്തുക. അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഫിഗറും ഡിപ്പാർട്ട്മെൻറ്റ് എയ്ക്കും ബിക്കുമായിട്ട് ഡിവൈഡ് ചെയ്യുക സെയിൽസിൻ്റെ റേഷ്യോയിലാണ്. അടുത്തതായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് റെൻറ്റ്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, സാലറീസ്, ഡിപ്രീസിയേഷനാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണമെന്ന് സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ റെൻറ്റിനെ അതുപോലെ തന്നെ ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിങ്ങും അതുപോലെ തന്നെ ഡിപ്രീസിയേഷനെ സംബന്ധിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. റെൻറ്റിൻ്റെ കേസിൽ റെൻറ്റ് പ്രീപെയ്ഡ് 370 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കറണ്ട് ഇയറിലെ റെൻ്റായിട്ടുള്ള 1,870 നിന്നും പ്രീപെയ്ഡ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൽ പഠിച്ചിട്ടുണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. അപ്പം അതനുസരിച്ച് ടോട്ടൽ റെൻറ്റിൻ്റെ ഫിഗറിൽ നിന്നും പ്രീപെയ്ഡ് റെൻറ്റിൻ്റെ ഫിഗർ കുറച്ച് മിച്ചമുള്ളത് 2:1 എന്നുള്ള റേഷ്യോയിൽ വീതം വെച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എയ്ക്കും ബിക്കുമായിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിങ്ങിൻ്റെ കേസ്.
ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിങ്ങിൻ്റെ കേസിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആണ് തന്നിരിക്കുക. റെൻറ്റിൻ്റെ കേസിൽ പ്രീപെയ്ഡ് ആയിരുന്നുവെങ്കിൽ ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിങ്ങിൻ്റെ കേസിൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പഠിച്ച അവസരത്തിൽ പഠിച്ചിരിക്കുക. അതുകൊണ്ട് കറണ്ട് ഇയറിലെ ഫിഗറിനോടൊപ്പം ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആയിട്ടുള്ള 180 കൂടെ ആഡ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് തന്നിരിക്കുന്ന 2:1 എന്നുള്ള റേഷ്യോയിൽ വീതം വെക്കാൻ. സാലറീസും 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് വീതം വെക്കാൻ പറഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിനും പ്ലാന്റ് ആൻഡ് മെഷീനറിക്കും 10% വീതം വെച്ചാണ്. അപ്പോൾ രണ്ടിൻ്റെയും 10% വീതം വെച്ച് എടുക്കുക. അതിനെ 2:1 എന്നുള്ള റേഷ്യോയിൽ ഡിപ്പാർട്ട്മെൻറ്റ് എയ്ക്കും ബിക്കുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇനി നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരാം. ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ കോളംനാർ ഫോമിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഓരോ കോളം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 ഡിപ്പാർട്ട്മെൻറ്റുകളേ ഉള്ളൂ. അതുകൊണ്ട് 2 കോളമാണ് ഓരോ സൈഡിലും പ്രൊവൈഡ് ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എണ്ണം അനുസരിച്ച് ഈ കോളങ്ങളുടെ എണ്ണവും ചേഞ്ച് ചെയ്യുന്നതാണ്. ഇനി ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ക്യാരിയേജ് ഇൻവേർട്സ്, വേജസ് ഡിപ്പാർട്ട്മെൻറ്റ് എയ്ക്കും ബിക്കുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. സെയിൽസും കൊടുത്തിരിക്കുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ഡിഫറൻസ് ഗ്രോസ് പ്രോഫിറ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ പഠിച്ച അവസരത്തിലും ഇതേ രീതിയിൽ തന്നെയാണ് വർക്കൗട്ട് ചെയ്തിരിക്കുക. അതിനുശേഷം ഈ ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്ത് എഴുതുകയും ചെയ്യുന്നു. അടുത്തതായി നമ്മൾ സ്യൂട്ടബിൾ ബേസിസിൽ വീതം വെച്ച റെൻറ്റ്, സാലറീസ്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ഡിസ്കൗണ്ട്, അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ഇവയെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ കോളത്തിലേക്കും ബിയുടെ കോളത്തിലേക്കുമായിട്ട് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡിനെ ക്രെഡിറ്റ് സൈഡിലും ഡിവൈഡ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നു. തമ്മിലുള്ള ഡിഫറൻസ് അത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റൽ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ കേസിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ബിനെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ് ഉണ്ടായിരിക്കുന്നത്, നെറ്റ് പ്രോഫിറ്റാണ്. അതുകൊണ്ട് അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതേസമയം ഡിപ്പാർട്ട്മെൻറ്റൽ എയിനെ സംബന്ധിച്ചിടത്തോളം ലോസാണ്, അതും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അടുത്തതായി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവസാനം ഉള്ള മിച്ചമുള്ള ഐറ്റം എന്ന് പറയുന്നത് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, സൺട്രി ഡെറ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ക്യാപിറ്റൽ ഡ്രോയിങ്സ്, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് എന്നിവയാണ്. ഇവ നമ്മൾ എടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്കാണ് എടുക്കുക. ഇപ്പം നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഐറ്റം വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടി ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ ലൈബിലിറ്റി സൈഡിൽ ഫസ്റ്റ് വൺ ക്യാപിറ്റൽ ആണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഓപ്പണിംഗ് ക്യാപിറ്റൽ അവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം നമ്മൾ തയ്യാറാക്കിയ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ലഭിച്ച ഡിപ്പാർട്ട്മെൻറ്റ് ബിയുടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുകയും ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ ലോസ് കുറയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ആ ഫിഗറിൽ നിന്നും ഡ്രോയിങ്സിൻ്റെ എമൗണ്ടൂടെ കുറവ് ചെയ്തിരിക്കുന്നു. മിച്ചമുള്ള തുക ഔട്ടർ കോളത്തിലേക്ക് റെക്കോർഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ച അവസരത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഫോർ ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് നമ്മൾ കണ്ടതാണ്.
ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ലൈബിലിറ്റി ആണ് എന്ന് പറഞ്ഞാൽ കറണ്ട് ലൈബിലിറ്റി ഐറ്റമാണ്. അതുകൊണ്ട് നമ്മൾ ലൈബിലിറ്റി സൈഡിലേക്ക് ആ ഫിഗർ കൂടി എടുക്കുന്നു. അതുപോലെ തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സും ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ എടുക്കുന്നു. അസറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരുന്നു. ഡിപ്രീസിയേഷൻ ആണ് 10%. ഇപ്പോൾ 4200ൻ്റെ 10% ഡിപ്രീസിയേഷൻ 420 കുറച്ചതിന് ശേഷം മിച്ചമുള്ള ഫിഗർ ഔട്ടർ കോളത്തിലേക്ക് എഴുതുന്നു. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ് 600 ആണ്, അതിൻ്റെയും 10% 60 കുറച്ച് മിച്ചമുള്ള എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതുന്നു. സൺട്രി ഡെറ്റേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് അതേ ഫിഗർ തന്നെ ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. സ്റ്റോക്ക് ഇൻ ട്രേഡ് തന്നിട്ടുണ്ട്, അത് എഴുതുക. ക്യാഷ് അറ്റ് ബാങ്ക്, അതുപോലെ തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് റെക്കോർഡ് ചെയ്യുക. കൂടാതെ ഒരു പ്രീപെയ്ഡ് റെൻറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്നു. ആ പ്രീപെയ്ഡ് റെൻറ്റ് കറണ്ട് അസറ്റ് ആയതുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലൂടെ അതിനെ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതോടുകൂടി ബാലൻസ് ഷീറ്റ് നമുക്ക് ടാലിയായി കിട്ടുകയും പ്രോബ്ലം കംപ്ലീറ്റ് ആകുകയും ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുക ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ ആണ്. എന്താണ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ എന്ന് പേജ് നമ്പർ 3.16 പറയുന്നുണ്ട്. Interdepartmental transfer is the transfer of goods and services from one department to another department. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഗുഡ്സോ സർവീസസോ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ എന്ന് പറയാം. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കറക്റ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യുന്നതിനു വേണ്ടി ഈ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനെ നടക്കുന്ന ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫറിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന്റെ കോസ്റ്റ് ട്രാൻസ്ഫറി ഡിപ്പാർട്ട്മെന്റിന്റെ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും ട്രാൻസ്ഫറർ ഡിപ്പാർട്ട്മെന്റിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് നിങ്ങൾ പ്രത്യേകമായി പഠിച്ചിരിക്കേണ്ട ഭാഗമാണ്. അക്കൗണ്ടിൽ നമ്മൾ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത്രമാത്രമാണ്. ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫറിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന്റെ കോസ്റ്റ് ട്രാൻസ്ഫറി ഡിപ്പാർട്ട്മെന്റിന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ട്രാൻസ്ഫറർ ഡിപ്പാർട്ട്മെന്റിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്താൽ മതിയാകും. അടുത്തതായി പേജ് നമ്പർ 3.16 തന്നെ ഇലിസ്ട്രേഷൻ 5 ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് അറ്റ് കോസ്റ്റ്, അതിലെ ഒരു പ്രോബ്ലം എടുത്തുകൊണ്ട് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യപ്പെടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ പ്രോബ്ലത്തിലേക്ക് വരുന്നതിന് മുമ്പായി നിങ്ങൾ ഒരു കാര്യം കൂടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാകാം. ഒന്നെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്, അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് പ്രൈസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഗുഡ്സോ സർവീസസോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിന്റെ കോസ്റ്റ് പ്രൈസ് മാത്രം ചാർജ് ചെയ്തുകൊണ്ടാകാം, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് പ്രൈസിലും ആകാം. ഇതിൽ ആദ്യമായി നമ്മൾ കാണുക, ഈ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ നടക്കുന്നത് കോസ്റ്റ് പ്രൈസിലാണ് എങ്കിൽ അതൊരു പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഇലിസ്ട്രേഷൻ 5 അതിൽ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി നമ്മൾ ആദ്യമേ കണ്ട പ്രോബ്ലത്തിൽ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതിൽ ഡീറ്റെയിൽസിലേക്ക് അധികമായിട്ട് ഞാൻ പോകുന്നില്ല. മറിച്ച് ഈ പ്രോബ്ലത്തിലെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഭാഗം മാത്രം നമ്മളൊന്ന് എടുത്ത് പഠിക്കുകയാണ്. അപ്പം അതിലേക്ക് നമ്മൾ വരികയാണ് എങ്കിൽ ഭാഗം നമ്മൾ കാണുക പേജ് നമ്പർ 3.17 3.17 ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഡ്യൂറിംഗ് ദ ഇയർ ഗുഡ്സ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ₹4,000 were transferred from X to Y
and for rupees 2000 from Z to X. Wages of department Y include services rendered for department X for rupees 200. ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം ചെയ്താൽ മതി. നമ്മൾ തിയറി ഭാഗത്ത് പഠിച്ചിരിക്കുന്ന ഭാഗം ട്രാൻസ്ഫറി ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് നോക്കുക. അതായത് ഈ പറയുന്ന ഓരോ ട്രാൻസാക്ഷനും എടുത്ത് അതിൽ ട്രാൻസ്ഫറി ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നും ട്രാൻസ്ഫറർ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നും നോക്കുക. ട്രാൻസ്ഫറി ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ ഈ പറയുന്ന എമൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ ഇത് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക. എക്സാമ്പിളായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലെ തന്നെ ഫസ്റ്റ് ഭാഗം എടുക്കാം. ഡ്യൂറിംഗ് ദ ഇയർ ഗുഡ്സ് ഓഫ് ദി കോസ്റ്റ് ഓഫ് rupees 4000 വെയർ ട്രാൻസ്ഫേർഡ് ഫ്രം എക്സ് ടു വൈ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് കറണ്ട് ഇയറിൽ 4000 രൂപ കോസ്റ്റ് വരുന്ന ഗുഡ്സ് എക്സിൽ നിന്നും വൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ്. ഈ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഇതിലെ ട്രാൻസ്ഫറർ എന്ന് പറയുന്നത് എക്സും ട്രാൻസ്ഫറി എന്ന് പറയുന്നത് വൈയുമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന അനുസരിച്ച് ട്രാൻസ്ഫറുടെ അക്കൗണ്ടിൽ ഈ പറയുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന്റെ കോസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുകയും ട്രാൻസ്ഫറിയുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ ആൻസറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബൈ വൈസ് ട്രാൻസ്ഫർ എക്സിന്റെ കോളത്തിൽ 4000 ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ തിയറിയിൽ കണ്ട അതേ കാര്യം ട്രാൻസ്ഫറുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ഇവരുടെ ഈ പറയുന്ന ട്രാൻസാക്ഷനിലെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എക്സ് ആണ് 4000 രൂപ കോസ്റ്റ് വരുന്ന ഗുഡ്സ് വൈക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതുകൊണ്ട് ട്രാൻസ്ഫർ എക്സ് ആണ്. അതുകൊണ്ട് തന്നെ എക്സിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ട്രാൻസ്ഫറിയുടെ അക്കൗണ്ടിലേക്ക് അതേ എമൗണ്ട് തന്നെ ഇവിടുത്തെ ട്രാൻസാക്ഷനിലെ ട്രാൻസ്ഫർ എന്ന് പറയുന്ന വൈ ആണ്. അതുകൊണ്ട് വൈയുടെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. വൈയുടെ അക്കൗണ്ടിൽ എക്സ് ടു എക്സ് എന്ന് കാണിച്ചുകൊണ്ട് 4000 ഡെബിറ്റ് ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് അടുത്ത ട്രാൻസാക്ഷനും. ആൻഡ് ഫോർ rupees 2000 ഫ്രം Z to X. അപ്പോൾ ഈ ട്രാൻസാക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് 2000 രൂപ വിലയുള്ള ഗുഡ്സ് ഇസഡിൽ നിന്നും എക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുക. അതായത് ഇവിടുത്തെ ട്രാൻസ്ഫറർ എന്ന് പറയുന്ന ഇസഡും ട്രാൻസ്ഫറി എന്ന് പറയുന്നത് എക്സുമാണ്. അങ്ങനെയെങ്കിൽ ട്രാൻസ്ഫറുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ട്രാൻസ്ഫറർ ഇസഡ് ആയതുകൊണ്ട് ഇസഡിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ 2000 രൂപ ക്രെഡിറ്റ് ചെയ്യുകയും അതേ എമൗണ്ട് തന്നെ ട്രാൻസ്ഫറി ആയിട്ടുള്ള എക്സിന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുക വേജസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വൈ ഇൻക്ലൂഡ് സർവീസസ് റെൻഡേഡ് ഫോർ ഡിപ്പാർട്ട്മെന്റ് എക്സ് ഫോർ rupees 200. ഈ ക്വസ്റ്റ്യനിൽ ഈ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് വൈയുടെ സർവീസസിനോടൊപ്പം ഡിപ്പാർട്ട്മെന്റ് എക്സിന് കൊടുത്ത 200 രൂപയുടെ സർവീസസ് കൂടെ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ട്രാൻസ്ഫറർ എന്ന് പറയുന്നത് വൈ ആണ്, ട്രാൻസ്ഫറി എന്ന് പറയുന്നത് എക്സുമാണ്. കാരണം എക്സിലേക്കാണ് സർവീസ് കൊടുത്തിരിക്കുന്നത്. സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വൈ ആണ്. അതുകൊണ്ട് ട്രാൻസ്ഫറർ വൈയും ട്രാൻസ്ഫറി എക്സുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ 200 രൂപ വൈയുടെ കോളത്തിൽ ട്രാൻസ്ഫറർ ആയിട്ടുള്ള വൈയുടെ കോളത്തിൽ ക്രെഡിറ്റ് ചെയ്യുകയും അതേ എമൗണ്ട് തന്നെ ട്രാൻസ്ഫറി ആയിട്ടുള്ള അതായത് സർവീസ് ആർക്കാണോ കൊടുത്തിരിക്കുന്നത് അത് എക്സ് ആണ്, എക്സിൻ്റെ കോളത്തിലേക്ക് ഡെബിറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള അക്കൗണ്ടിലെ ട്രീറ്റ്മെൻ്റ് എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ്. അപ്പം നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ
ഫോൺ വഴി വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതാണ്.